നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നതിനിടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള സൗഹൃദ രാജ്യങ്ങൾക്ക് ആശ്വാസകരമായ പ്രഖ്യാപനവുമായി ഇറാൻ. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് വഴി ഇന്ത്യ, റഷ്യ, ചൈന, പാകിസ്ഥാൻ, ഇറാഖ് എന്നീ രാജ്യങ്ങൾക്ക് ചരക്കുനീക്കം നടത്താമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി അറിയിച്ചു. മുംബൈയിലെ ഇറാൻ കോൺസുലേറ്റ് ജനറലാണ് എക്സിലൂടെ ഇക്കാര്യം ഔദ്യോഗികമായി വ്യക്തമാക്കിയത്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ അഞ്ചിലൊന്ന് കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചിട്ടത് ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക ആശങ്കകൾക്ക് കാരണമായിരുന്നു. കടലിടുക്ക് തുറന്നു നൽകണമെന്നും ചരക്ക് നീക്കം തടസ്സപ്പെടുത്തരുതെന്നും UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് തങ്ങളുമായി സൗഹൃദം പുലർത്തുന്ന രാജ്യങ്ങൾക്ക് ഇറാൻ അനുമതി നൽകിയത്. എന്നാൽ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള ശത്രുരാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് തുടരുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക മുന്നോട്ട് വെച്ച 15 സമാധാന പദ്ധതി ഇറാൻ ബുധനാഴ്ച തള്ളിയിരുന്നു. ഇതിന് പകരമായി ഹോർമൂസ് കടലിടുക്കിന്മേൽ തങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം എന്നത് ഉൾപ്പെടെ 5 പുതിയ നിബന്ധനകളാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ ഇറാൻ നൽകിയ നിബന്ധനകൾ ട്രംപ് അംഗീകരിക്കാൻ സാധ്യതയില്ല. ട്രംപ് മുന്നോട്ട് വെച്ച 15 ഉപാധികൾ ഇറാൻ പൂർണ്ണമായും തള്ളിയതിന് ശേഷമാണ് വെടിനിർത്തലിനായി 5 നിബന്ധനകൾ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതിങ്ങനെയാണ്: 1. ഹോർമൂസിൽ ഇറാന്റെ പരമാധികാരം അംഗീകരിക്കുക. 2. ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കുക. വീണ്ടും യുദ്ധം തുടങ്ങില്ലെന്ന് ഉറപ്പ് നൽകുക. യുദ്ധം മൂലമുണ്ടായ നാശനഷ്ടങ്ങൾക്ക് കൃത്യമായ നഷ്ടപരിഹാരം നൽകുക. ഭാവിയിൽ യുദ്ധം ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കാൻ പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നിങ്ങനെയായിരുന്നു ഇറാൻ മുന്നോട്ട് വെച്ച 5 നിബന്ധനകൾ. എന്നാൽ ഇതിന്മേൽ ചർച്ചകളൊന്നും ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. തങ്ങൾ പറയുന്ന 5 നിബന്ധനകൾ നടപ്പിലാക്കിയാൽ യുദ്ധം നിർത്താം എന്നുള്ളതാണ് ഇറാന്റെ പ്രത്യേകമായിട്ടുള്ള അറിയിപ്പ്. അതേസമയം ഇറാനെ ലക്ഷ്യമാക്കിക്കൊണ്ട് കൂടുതൽ സൈനിക വിന്യാസത്തിന് തയ്യാറെടുക്കുകയാണ് അമേരിക്ക. ഹോർമൂസ് കടലിടുക്കിനെ ബന്ധിയാക്കി വെച്ചുകൊണ്ട് ഇറാൻ നടത്തുന്ന വിലപേശൽ അംഗീകരിക്കാനാവില്ല എന്ന് തന്നെയാണ് US-ന്റെ പക്ഷം. ഈ ഘട്ടത്തിലാണ് ഇന്ത്യയുടെ നയതന്ത്ര വിജയമായി ഇന്ത്യ ഹോർമൂസ് കടലിലൂടെ ഇറാന്റെ അനുമതിയോടുകൂടി തന്നെ ചരക്കുനീക്കം സുഗമമാക്കാൻ പോകുന്നത്. എന്തായാലും ആശ്വാസകരമായ വാർത്തയാണ് നമുക്ക് മുന്നിലേക്ക് വരുന്നത്. അതേസമയം US മുന്നോട്ട് വെച്ച 15 പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഇറാൻ നടത്തിയ പരാമർശങ്ങളും ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. US അവരുമായി തന്നെയായിരിക്കും ചർച്ചകൾ നടത്തുന്നതെന്നും തങ്ങളെപ്പോലുള്ളവർക്ക് അമേരിക്കയുമായി ചേർന്നു പോകാനാകില്ല എന്നും ഇറാൻ സൈനിക വക്താവ് ഇബ്രാഹിം സോൾ ഫഖറി അറിയിച്ചു. നയതന്ത്ര തർക്കങ്ങൾക്കിടെ സൈനികമായ നീക്കങ്ങളും ഇറാൻ സജീവമാക്കിയിട്ടുണ്ട്. US-ന്റെ F-18 ഫൈറ്റർ വിമാനത്തെ ലക്ഷ്യം വെച്ചതായി അവകാശപ്പെട്ട് ഇറാൻ രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാന്റെ ഔദ്യോഗിക മാധ്യമമായ പ്രസ് TV ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. ഒരു ഫൈറ്റർ ജെറ്റ് പറക്കുന്നതും പിന്നാലെ അതിന് നിയന്ത്രണം നഷ്ടമാകുന്നതുമാണ് വീഡിയോയിലുള്ളത്. എന്നാൽ വിമാനം ആക്രമിക്കപ്പെട്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. US ഇതുവരെ ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടില്ല. ഇതിനിടയിൽ ഇറാന്റെ സാമ്പത്തിക നട്ടലായ ഖാർഗ് ദ്വീപ് ലക്ഷ്യമിട്ട് അമേരിക്ക നിർണായക നീക്കം നടത്തുന്നതായും റിപ്പോർട്ടുണ്ട്. ഖാർഗ് ദ്വീപിൽ US കരസേനയെ വിന്യസിക്കുന്നതിനെ കുറിച്ച് ചർച്ചകൾ നടന്നതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഈ ദ്വീപ് പിടിച്ചെടുക്കുന്നതിലൂടെ ഇറാന്റെ വരുമാനം തടയാനും യുദ്ധത്തിന്റെ ഗതി മാറ്റാനുമാണ് US ലക്ഷ്യമിടുന്നത്. ഇറാന്റെ ഔദ്യോഗിക മറുപടിക്കായി തങ്ങൾ കാത്തിരിക്കുകയാണെന്നും മധ്യസ്ഥ വഹിക്കുന്ന പാകിസ്ഥാൻ അറിയിച്ചിട്ടുണ്ട്. ഇറാൻ പദ്ധതി പൂർണ്ണമായും തള്ളിയിട്ടില്ലെന്നും ചില ഭേദഗതികളോട് അവലോകനം ചെയ്യുമെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ചില ശുഭപ്രതീക്ഷയുള്ള വാർത്തകൾ തന്നെ വരുന്നുണ്ട്. യുദ്ധം മൂർച്ഛിക്കുമെന്നൊരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. എന്നാൽ ഇപ്പോൾ സമവായ ചർച്ചകളിലേക്ക് രാജ്യങ്ങൾ എത്തിയേക്കാം എന്നൊരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് ആശ്വാസകരമാണ്. ഈ ഘട്ടത്തിൽ തന്നെ ഇന്ത്യ അടക്കമുള്ള ചില രാജ്യങ്ങൾക്ക് ഇറാന്റെ തന്നെ അനുമതിയോടുകൂടി ഹോർമൂസ് കടലിടുക്കിലൂടെ ചരക്ക് ഗതാഗതം സുഗമമാകുന്നു എന്ന വാർത്തയും നമ്മളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്.